തോരൻ വെക്കാനായിട്ടാ. ഇതിന്റെ ഗുണം എന്തൊക്കെയാന്ന് നമുക്കറിയാവോ? മുടി വളരും. ആ അതെ, കണ്ണിന് കണ്ണു തിളങ്ങും. പിന്നെന്തൊക്കെയാ ഇതിന്റെ ഗുണങ്ങള്? ആ, മുടി വളരും, മുടി തിളങ്ങും, കണ്ണ് തിളങ്ങും. പിന്നെന്തൊക്കെയാ? ആ, തിളങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാവോ കുഞ്ഞിന്? ഇത് നമ്മക്കുണ്ടല്ലോ, ഈ സ്കൂളിലൊക്കെ പോകുന്ന ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഇത് കുറച്ച് അമ്മമാരെങ്ങനെയാണ് കുറച്ചിത് ശരിയാക്കി കൊടുത്തു വിടുന്നത്, അവർക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഈ കൂടെ നമുക്ക് തോരനും വെക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാം. എളുപ്പം അതെല്ലാം ഇട്ടേ. അപ്പം എന്നിട്ട് നമുക്കത് ചെയ്യാം. അതെ, നമുക്കേ ഈ മുരിങ്ങയിലയൊന്ന് വറുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് മമ്മയുടെ മുട്ട പൊളിച്ചിട്ട് മമ്മ ഇരുന്നട്ടേക്ക് വെച്ച് മമ്മ കോൺ വെച്ച് കറക്കി മുട്ട മമ്മ പെച്ചിലായിട്ട് കഴിക്കും. അതെ അതെ അതെ, ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊള്ള ചൊല്ലിച്ചിട്ട് നമ്മള് വേവിച്ച് നമ്മൾ കഴിക്കും. എന്നിട്ട് ഇങ്ങനെ മുരിങ്ങയില കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഇച്ചിരി മതി. ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇപ്പം ഇത് മുരിച്ച് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിട്ടത് ഉണ്ടാക്കി തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് പറയാം, ഒരേ കാര്യങ്ങൾ പറയാം. കണ്ടോ, ഇത് നല്ലോണം മുരിഞ്ഞ് ഇത് നമുക്ക് മാറ്റാം. ഇതൊരു രീതി. ഇതിങ്ങനെ എടുക്കുന്ന ഒരു രീതി. ഇനി നമുക്ക് വേറെ ഒരു രീതി, ഒട്ടും എണ്ണയൊന്നും കണ്ടോ മുരിഞ്ഞിരിക്കുന്ന കണ്ടോ. ഇനി നമുക്ക് എണ്ണയൊന്നും ഇല്ലാതെ വെറുതെ ഇത് കുറച്ച് നാളത്തേക്കിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാനായിട്ട് കണ്ടോ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വറുത്ത് വെക്കാം. വെറുതെ ഇങ്ങനെ എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഇങ്ങനെ നമുക്ക് വറുത്ത് വയ്ക്കാം. കണ്ടോ, ഇത് നമുക്ക് ഒട്ടും എണ്ണ ചേർക്കാതെ വെറുതെ തവയ്ക്കകത്തിട്ട് ഇങ്ങനെ വറുത്ത് മുരിച്ചെടുത്തതാ. ഇതിങ്ങനെ നമുക്ക് കുറച്ച് ഇങ്ങനെ വറുത്ത് വെച്ചാൽ നമുക്ക് ഒരു ടിന്നിനകത്തോ വല്ലതും ഇട്ട് വെച്ചാൽ കണ്ടോ, ഇത് നമുക്ക് ഒരു ടിന്നിനകത്ത് വല്ലതും ഇട്ട് വെച്ചാൽ നമുക്ക് എപ്പം നമുക്ക് മുരിങ്ങയില തോരൻ വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിയൊക്കെ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ, ഇപ്പം നമുക്ക് 2 മുട്ട വറക്കാം, മുട്ടത്തോരൻ ഉണ്ടാക്കാം. അതിനാവശ്യമുള്ളത് ചെയ്യാം. രണ്ട് കടുകിട്ട് എണ്ണ ഇച്ചിരി വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഒരു 2 കഷ്ണം 2 അല്ലി വെളുത്തുള്ളിയുടെ 2 അല്ലി വെളുത്തുള്ളി അതിങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു. മുരിങ്ങയിലയാകുമ്പം ഇനി ആർക്കെങ്കിലും ഗ്യാസോ അങ്ങനെ വല്ലതും ഉണ്ടാവുന്നവരുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പച്ചമുളക് നമുക്കുട്ടന് വേണ്ടിയിട്ടായതുകൊണ്ട് നമുക്കുട്ടി 1 പച്ചമുളകേ ഇട്ടുള്ളൂ. ഉള്ളി ഒരു തണ്ട് കരിയാപ്പില. ഇലയൊന്നും മുരിങ്ങയില ആയതുകൊണ്ട് അതിനിപ്പോൾ ഇല ഇടണമെന്നൊന്നും ഇല്ല. ഇതൊന്ന് മുരിയട്ടെ.
ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു സ്വല്പം തേങ്ങ, വളരെ കുറച്ച് തേങ്ങ എടുത്തുള്ളൂ കണ്ടോ. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇത് മൂപ്പിച്ചു. ഇതുകൂടെ ആദ്യം നമ്മളെ എണ്ണ ഒഴിച്ച് മൊരിച്ച് വെച്ചില്ലേ, ദേ കണ്ടോ, ഇച്ചിരി എണ്ണ ചേർത്ത് മൊരിച്ച് വെച്ച് മുരിങ്ങയിലേക്കകത്തോട്ട് ഇതുകൂടി ഇടുക കണ്ടോ. അതുകൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് 2 മുട്ട, അതേ 2 മുട്ട പൊട്ടിച്ച് മോക്ക് പൊളിക്കാറായില്ല, മോൾ ഇച്ചിരൂടെ വലുതാവുമ്പോ അറിയാവോ? അറിയാമെങ്കിൽ നമുക്ക് ഇനി ചെയ്യാം. ഇച്ചിരി ഒരു സ്വല്പം ഉപ്പിട്ടിട്ട് നമുക്കൂടെ തരാം. നമുക്കൂട്ടനെ മുട്ട പൊട്ടിക്കണമെന്ന് പറഞ്ഞത് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാവട്ടെ. എന്നിട്ട് നമുക്കിത് ഇളക്കി പൊടിക്കാം. തേക്കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞ് കിട്ടണേ നമ്മളിപ്പോഴേ ഇങ്ങനെ ഇളക്കണം. അപ്പോൾ അതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമുക്കിട്ട് തരാമാ. നമുക്കിട്ട് ഓടിവാ. കണ്ടോ, ഇതിങ്ങനെ പൊടിച്ചു, ഇങ്ങനെ വറുത്തു മുട്ട. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം വറുത്ത് വെച്ചിരുന്ന മുരിങ്ങയിലയും പിന്നെ ഇത് തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വെച്ചിരുന്നില്ലേ, അത് ഇതിനകത്തോട്ട് നമുക്ക് ഇടാം. ആദ്യം നമ്മൾ മുരിങ്ങയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഒരു സ്വല്പം ഉപ്പ് മുരിങ്ങയിലേക്ക് കൂടി ഇടാം. പിന്നെ ഇലകളല്ലേ, അപ്പം നമുക്കൊരു ശകലം മഞ്ഞപ്പൊടി, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ചെറുതായിട്ട് കണ്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട മുരിങ്ങയില തോരൻ റെഡി. നമുക്കിട്ടാ ടേസ്റ്റ് നോക്കാൻ ചോറ് എടുക്കട്ടെ കുട്ടന്? അങ്ങനെ എടുക്കാം. നമ്മൾ മുരിങ്ങയില ഒരു രീതിയിൽ തോരൻ വെച്ചത്, മുരിങ്ങയിലയും മുട്ടയും കൂടെ അന്നേരം തന്നെ നമ്മൾ കുറച്ച് വറുത്ത് ഇത് മാറ്റി വെച്ച്. ഇതിന് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞോ എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും ഉപയോഗിക്കാം. വെറുതെ തേങ്ങാപ്പീര ഇട്ട് തോരൻ വയ്ക്കാം, അല്ല മുട്ട ചേർത്ത് വയ്ക്കാം, എങ്ങനെയും വയ്ക്കാം. ഇത് നമുക്ക് എപ്പോഴും ഇതേ കണ്ടോ നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇതിങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. പിന്നെ കൂടുതൽ നാളുണ്ടെങ്കിൽ നമുക്ക് വെച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് മുട്ടയൊക്കെ കൂട്ടി ചോറ് കൊടുക്കാം. അമ്മക്കൂട്ടാ തോരൻ ചാറുകറി. അവക്ക് ഇച്ചിരി കറി മതി, അതുകൊണ്ട് ഇച്ചിരി എടുക്കുന്നത് കേട്ടോ. ചോറും കറിയൊക്കെ ഒരു സ്വല്പം മതി. പിന്നെ പപ്പടം. ഇനിയേ ഇതുണ്ടല്ലോ, നമ്മൾ നമ്മുടെ വീട്ടിലെ മുന്തിരി പറിച്ച് അച്ചാർ ഇങ്ങനെ ഇടും. കൊച്ചു കുട്ടികൾക്ക് അധികം അച്ചാർ കൊടുക്കില്ല, പക്ഷേ അമ്മുക്കുട്ടൻ ഇതുവരെ അച്ചാർ കൊടുത്തില്ല. അതുകൊണ്ടൊരു സ്വല്പം അച്ചാർ, മുന്തിരി അച്ചാർ നല്ല ടേസ്റ്റാ. ഇങ്ങനെ വിളഞ്ഞ മുന്തിരി പറിച്ച അച്ചാറിട്ട ഇത് നമ്മൾ അന്നിട്ട മാങ്ങയുടെ ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല കണ്ടോ. കുഞ്ഞായതുകൊണ്ട് ഒരു സ്വല്പം ഇതൊന്നും ഞങ്ങൾ അച്ചാറൊന്നും കുട്ടികൾക്ക് കൊടുക്കാത്തതാ. ഇന്നിപ്പം ഞാൻ ഇതിന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് സ്വല്പം ചോറും ആ കൂടെ അച്ചാറും കൂടെ എടുത്തെന്നുള്ളേ ഉള്ളൂ. ഒത്തിരി കറികളൊന്നും ഇല്ലല്ലോ. കൊച്ചിന് കൊടുക്കട്ടെ. അമ്മുക്കുട്ടൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയാന്ന് പറയും കേട്ടോ. മുരിങ്ങയില മുട്ടത്തോരൻ,
ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. മുടിയൊക്കെ വളരണ്ടേ? എങ്ങനെയുണ്ട്? ചൊവ്വേ പറ. അമ്മുക്കുട്ടി ഒന്ന് കേക്കട്ടെ. ഉറക്കെ പറഞ്ഞേ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ആ എന്നാ ചോറുണ്ടോ? കഴിക്ക്. കഴിക്കും. അമ്മുക്കുട്ടി നോക്കട്ടെ. മുട്ടത്തോരൻ, മുരിങ്ങയില മുട്ടത്തോരൻ എങ്ങനെയാ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കൊച്ചു കുട്ടികൾ ഇങ്ങനെ കഴിക്കണമെങ്കിൽ മുരിങ്ങയിലൊക്കെ ഇങ്ങനെ വെച്ച് തരണം അല്ലേ? ആ എന്നാ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞേ. ചുവ പറ.